2024 മാർച്ച് മാസം 17-ാം തീയതി റഷ്യയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണെന്ന് നമ്മൾ കണ്ടതാണ്. അതിനാവശ്യമായ ഡോക്യുമെന്റ്സ് എല്ലാം പുടിൻ ഡിസംബർ മാസം 19-ാം തീയതി സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. പുടിൻ നാറ്റോ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ യൂറോപ്പിനും എതിരാണെന്നുള്ള രീതിയിലുള്ള ബിംബം കൊണ്ടുവരാൻ ജോ ബൈഡൻ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ നടന്നില്ല. അത് നടക്കാത്തത് കൊണ്ടാണോ എന്തോ ബൈഡൻ അനുകൂലികൾ അടുത്ത ഘട്ട നീക്കം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പുടിൻ എന്തായിരിക്കും ചെയ്തത്? റഷ്യ അവരുടെ 5th എയർ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. സാധാരണ സ്ഥലത്തല്ല നടത്തിയിരിക്കുന്നത് ഉക്രൈന്റെ തലസ്ഥാനമായ കിവിലാണ്. ഈ ഒരു 5th എയർ അറ്റാക്ക് റഷ്യയുടെ നീക്കം, അടുത്ത ഘട്ട നീക്കം ഇതാണ് എന്ന് കാണിച്ചു തരികയാണ്. ഇനിയും ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് അടുത്തടുത്ത് സംഭവിച്ചത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ അപ്ഡേറ്റ് ആദ്വികയിൽ നിന്നുമാണ്. ജർമ്മനിയിലെ കുറച്ചുപേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉക്രൈൻ ആക്രമിക്കപ്പെടുന്നത് പോലെ അഭിനയിക്കുകയാണ്, അതിനുശേഷം അവരുടെ കൗണ്ടർ ഒഫൻസീവ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഉക്രൈൻ കൗണ്ടർ ഒഫൻസീവിന് തയ്യാറാവുകയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആദ്യത്തെ കാര്യമായി അവർ അവരുടെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആരംഭിച്ചിരിക്കുന്നു. റിക്രൂട്ട്മെന്റ് ഡ്രൈവ് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 2 അപ്ഡേറ്റുകളിലായി നമ്മൾ പറഞ്ഞതാണ്, ഓരോ വീട്ടിലെയും പുരുഷന്മാരെയും മുതിർന്നവരെയും അവരുടെ ആർമിയിൽ ചേരാനായി സൈനികർ പോയി വിളിക്കുന്നുണ്ട് എന്ന്. അതിനോടൊപ്പം തന്നെ സ്ത്രീകളെയും ഇതിൽ പങ്കാളികളാക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നതായി ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുടുംബത്തിലെയും സ്ത്രീകളും ഇവരുടെ ആർമിയിൽ പങ്കാളികളാകാൻ പോകുന്നു. ഉക്രൈൻ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ ആയുധങ്ങളും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഉക്രൈൻ പുതിയൊരു സേനയെ പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ ഈ പുതിയ ഫോഴ്സും അവരുടെ കൗണ്ടർ ഒഫൻസീവിന് വേണ്ടിയായിരിക്കും. കഴിഞ്ഞ ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് സമയത്ത് നിരവധി സ്ഥലങ്ങൾ അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം റഷ്യയുടെ പക്കൽ നഷ്ടപ്പെടുത്തി. എന്നാൽ തിരിച്ചുപിടിച്ച സ്ഥലത്തേക്കാൾ കൂടുതലായി നഷ്ടപ്പെടുത്തി എന്നതും ശ്രദ്ധേയമാണ്. അതിലെ പ്രധാന സ്ഥലമാണ് ആദ്വിക റീജിയനിലെ 90% ബിൽഡിംഗ്സും റഷ്യ തകർത്തു എന്ന ഒരു വാർത്ത ഉക്രൈൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. സോ ആദ്വിക റീജിയൻ, അത് മാത്രമല്ലാതെ ഉക്രൈൻ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ വീണ്ടെടുത്തിട്ട് വീണ്ടും നഷ്ടപ്പെടുത്തിയ എല്ലാ ഭാഗങ്ങളും ഞങ്ങളുടേതാണെന്ന് പുടിൻ ക്ലിയറായി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ പറഞ്ഞു കൊടുത്തത് മാത്രമല്ല, അവിടെയെല്ലാം മൈനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈന്റെ ഭാഗത്തു നിന്നും 4 റീജിയൻസ് പിടിച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം ഞങ്ങളുടേതാണ്, ഇനി ഉക്രൈന്റേതല്ല എന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ 4 റീജിയനിലും മൈനിങ് സ്റ്റാർട്ട് ചെയ്തു. 80% മൈനിങ് പൂർത്തിയായി എന്ന ഒരു അറിയിപ്പ് റഷ്യയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് യൂറോപ്പ് യൂണിയൻ റഷ്യക്കെതിരെ 12ാമത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 വർഷത്തിൽ 12 സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ ഈ 12 സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ മരവിപ്പിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ യൂറോപ്പ് യൂണിയനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ്. മറ്റുള്ളവർ നശിക്കണം, അവർ നന്നാവാൻ പാടില്ല, ഒരിക്കലും അവർ വളരാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാരും നന്നായതായി ചരിത്രമില്ല. അതേ രീതിയിൽ തന്നെയാണ് ഒരു രാജ്യവും രാജ്യത്തിലെ തലവനും. അടുത്തത് സെർബിയയിലെ എലക്ഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സഹോദര രാജ്യമാണ് എന്ന് ക്രെംലിൻ പറയുന്ന ഒരേ ഒരു രാജ്യം സെർബിയയാണ്. അങ്ങനെ സെർബിയയുടെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു, അലക്സാണ്ടർ വുച്ചിച്ച്. ഈ അലക്സാണ്ടറിനെ സെർബിയയുടെ വിജയം ഞങ്ങളുടെ വിജയമാണെന്നും പറഞ്ഞ് റഷ്യ സെർബിയൻ പ്രസിഡന്റിനെ വെൽക്കം ചെയ്തിരിക്കുന്നു. അടുത്തത് ഹൈബ്രിഡ് വാർ. ഈ ഹൈബ്രിഡ് വാർ എന്ന് പറയുമ്പോൾ റഷ്യ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറയാം. ഒരു ഭാഗത്തു നിന്നുമല്ല, 2 ഭാഗത്തു നിന്നുമല്ല, 3 ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും റഷ്യക്കെതിരെ ഒരു യുദ്ധം വരാം. 1 ഉക്രൈൻ വഴി, 2 അമേരിക്ക വഴി, 3 യൂറോപ്പ് യൂണിയൻ വഴി. ഈ 3 ഭാഗത്തു നിന്നുമുള്ള യുദ്ധം റഷ്യ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഹൈബ്രിഡ് വാർ എന്ന് പറയുമ്പോൾ റഷ്യയുടെ അണുവായുധം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകും. ഇവിടെ പുടിൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഞങ്ങളുടെ അണുവായുധം, അതിന്റെ തീവ്രത ഞങ്ങൾ മാറ്റി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഞങ്ങളുടെ അണുവായുധ സേനയെ പുതിയതായി മാറ്റാൻ പോകുന്നു എന്ന അറിയിപ്പ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായി തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അടുത്തത് പോളണ്ട് ജുഡീഷ്യറിയിൽ 14 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബെലറസ്, റഷ്യ, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലുള്ളവരുണ്ട്. ഈ 14 പേരും റഷ്യയുടെ ചാരന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്ന ഒരു ആരോപണവും ഉയർത്തി ഇവരെല്ലാം റഷ്യയുടെ ചാരന്മാരായിരുന്നു എന്നും പറഞ്ഞ് എവിഡൻസും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതും ശിക്ഷ വിധിച്ചിരുന്നതും. അടുത്തത് വാർ സപ്ലൈസ്.
ഇറ്റലി ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഉക്രൈന് ആവശ്യമായ ആയുധങ്ങൾ ഞങ്ങൾ സപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 2024 അവസാനിക്കുന്നതുവരെ ഞങ്ങൾക്ക് പറ്റുന്നതുപോലെ ഉക്രൈനെ സഹായിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുവരെ ഞങ്ങളുടെ ആയുധവും ഉക്രൈന് വേണ്ടി കൊടുക്കുമെന്ന് ഇറ്റലി അറിയിച്ചിരിക്കുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഫിൻലൻഡിലെ ഫോറിൻ മിനിസ്റ്ററും 2 ദിവസം മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസങ്ങളായി തന്നെ ഫിൻലൻഡിനെ മുൻനിർത്തി ലോക രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഇതേ ഫിൻലൻഡിനെ മുൻനിർത്തിയാണ് സൂക്ഷിച്ചോളൂ, നാറ്റോ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ബൈഡൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് മറുപടിയായി പുടിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഫിൻലൻഡിൽ ആക്രമണം നടത്തുമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നാറ്റോയിൽ അംഗമായതിന്റെ കോൺസിക്വൻസസ് നിങ്ങൾ അനുഭവിക്കുമെന്ന് ഒരു വാർണിംഗ് ഫിൻലൻഡ് റഷ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഫിൻലൻഡിനെതിരെ ഒരു ജാഗ്രതാ നിർദ്ദേശം റഷ്യയുടെ ഭാഗത്തുനിന്നും പോയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഫിൻലൻഡും അമേരിക്കയ്ക്കും മധ്യേ ഒരു സൈനിക എഗ്രിമെന്റ് സൈൻ ആകാൻ പോകുന്നു. ഇതിൽ ഫിൻലൻഡും റഷ്യയും ഒരു 1000-1200 കിലോമീറ്റർ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഫിൻലൻഡും അമേരിക്കയും അവരുടെ സൈനിക എഗ്രിമെന്റിൽ സൈൻ ചെയ്തുവെങ്കിൽ റഷ്യ ഫിൻലൻഡ് ബോർഡറിൽ ആരെ കൊണ്ടുപോയി നിർത്താം? അമേരിക്കയുടെ സൈന്യത്തെ നിർത്താം. ഇതാണ് പ്ലാൻ. ഇത് എത്രത്തോളം ന്യായമാണ്? ഇതിനെതിരെയാണ് റഷ്യ ഫിൻലൻഡിന് ഒരു വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഒരു പ്രൊപ്പഗണ്ട ന്യൂസ് ആണ്. നെതർലൻഡിൽ നിന്നുമാണ് വന്നത്. റഷ്യയിലെ ഒരു സൈനികൻ നെതർലൻഡിൽ പോയി എനിക്കിനി റഷ്യയിൽ താമസിക്കാൻ താല്പര്യമില്ല, അവിടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു. പിന്നീട് കോടതിയിലേക്ക് പോയിട്ട് എന്തൊക്കെ വാർ ക്രൈമാണ് ഈ യുദ്ധത്തിൽ റഷ്യ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഏറ്റു പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു വാർത്ത 2 ദിവസം മുൻപ് തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വൈറലായി ഷെയർ ആയിക്കൊണ്ടിരുന്നു. അടുത്തത് ഡെൻമാർക്ക് അമേരിക്ക. ഡെൻമാർക്കും അമേരിക്കയും ചേർന്ന് അവരുടെ ആർമി എൻഹാൻസ് ചെയ്യാൻ പോകുന്നു. 2 രാജ്യങ്ങളും കൂടി പല എഗ്രിമെന്റിലും സൈൻ ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നു. അടുത്തത് എർദോഗാൻ എന്ന് പറയുമ്പോൾ സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്നത് വലിയ രീതിയിൽ എതിർത്ത ഒരു രാജ്യമാണ് തുർക്കി. ഇതേ തുർക്കി യൂറോപ്പ് യൂണിയനിൽ അംഗമാകാനുള്ള ആപ്ലിക്കേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ നടന്നിട്ടില്ല. ഉക്രൈൻ, മോൾഡോവ പോലെയുള്ള രാജ്യങ്ങളും യൂറോപ്പ് യൂണിയനിൽ അംഗമാകാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഉക്രൈനെ യൂറോപ്പ് യൂണിയനിൽ അംഗമാക്കണോ വേണ്ടയോ എന്ന് യൂറോപ്പ് യൂണിയൻ കൗൺസിൽ തീരുമാനമെടുക്കുമ്പോൾ തുർക്കി പറയുന്നു, ഉക്രൈനേക്കാളും എന്തുകൊണ്ടും നല്ല രാജ്യം ഞങ്ങൾ തന്നെയാണ്. അവിടെ നടക്കുന്ന അഴിമതിയേക്കാൾ കുറച്ച് അഴിമതി മാത്രമാണ് ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്നത്. സോ ഞങ്ങളെ അംഗമാക്കുന്നതിന് മുമ്പ് ഉക്രൈനെ അംഗമാക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ യൂറോപ്പ് യൂണിയനിലും നടന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്പ് യൂണിയനിൽ ആര് ആദ്യം അംഗമാകുമെന്ന ഒരു മത്സരമാണ് തുർക്കിയും ഉക്രൈനും തമ്മിലുള്ളത്. അടുത്തത് റഷ്യയുടെ ഫ്രണ്ട് ലൈനിൽ ഏകദേശം 7000 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ മൈൻസ് കുഴിച്ചിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് വളരെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. 2-3 മാസത്തിന് ശേഷം ഉക്രൈൻ ആരംഭിക്കാൻ പോകുന്ന കൗണ്ടർ ഒഫൻസീവിന് ഇപ്പോൾ തന്നെ റഷ്യ തടയിട്ടിരിക്കുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത, റഷ്യ ഡസൻ സീക്ക് ടു ഫൈറ്റ് വിത്ത് യൂറോപ്പ് ആൻഡ് നാറ്റോ. ഇത് പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. റഷ്യ ക്ലിയർ ആയി എടുത്തു പറയുകയാണ്, ഉക്രൈൻ മാത്രമാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അടുത്തത് റഷ്യയുടെ 5th എയർ സ്ട്രൈക്ക്. അതുമല്ലാതെ ഉക്രൈന്റെ കിവിലാണ് നടന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ ഒരു സമയത്ത് ഉക്രൈൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 19 റഷ്യൻ ഡ്രോൺസ് വെച്ചാണ് ഈ ആക്രമണം നടന്നത്. അതിൽ 18 എണ്ണത്തിനെയും ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ഈ 18 എണ്ണവും കമിക്കാസ് ഡ്രോൺസ് ആയിരുന്നു. ഒരെണ്ണം മാത്രം അതിന്റെ ടാർഗറ്റിലെത്തി ലക്ഷ്യം പൂർത്തിയാക്കി. ഒഡേസ, കേസൺ ഭാഗത്തും ഈ ഒരു അറ്റാക്ക് നടന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.